ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. തതപ്രവൃത്തം സുക്രൂരം രാമരാവണയോസ്തഥാ സുമുഖദ്വൈരഥം യുദ്ധം സർവലോകഭയാവഹം. രാമരാവണന്മാർ തമ്മിൽ സർവലോകത്തിനും ഭയാവഹവും അതിക്രൂരവുമായിരിക്കുന്ന വമ്പിച്ച തേർയുദ്ധം ആരംഭിച്ചു. അപ്പോൾ രാക്ഷസപ്പടയും വാനരന്മാരുടെ വൻപടയും ആയുധങ്ങളുമേന്തി നിശ്ചേഷ്ടമായി നിലകൊണ്ടു. കരുത്തന്മാരായ നരരാക്ഷസന്മാർ തമ്മിൽ നന്നായി പൊരുതുന്നത് കണ്ട് സകലരും അതിൽ തന്നെ വ്യഗ്രമായ മനസ്സോടെ വിസ്മയം പൂണ്ട് നിൽക്കുകയുണ്ടായി. അനേകം ആയുധങ്ങളേന്തിയ അവർ അത്ഭുതത്തോടെ യുദ്ധം നോക്കി നിന്നു. പരസ്പരം പോരാടിയില്ല. രാക്ഷസന്മാർ രാവണനെയും വാനരന്മാർ രാഘവനെയും വിസ്മയം കൊണ്ട് വിടർന്ന കണ്ണുകളോടെ നോക്കി നിന്ന് ഒരു ചിത്രം പോലെ ശോഭിച്ചു. ബൗദ്ധതത്ര നിമിത്താണ് ദൃഷ്ട്വാ രാഘവ രാവണവും. അവിടെ നിമിത്തങ്ങൾ കണ്ട് രാമരാവണന്മാർ സുനിശ്ചിത മനസ്സോടെ ഉറച്ച കോപം പൂണ്ട് പേടിയില്ലാതെ പടപൊരുതി. ജയിക്കാമെന്ന് കാകുൽസ്ഥനും മരിക്കാമെന്ന് രാവണനും തീരുമാനിച്ച് യുദ്ധത്തില് തങ്ങളുടെ വീര്യം മുഴുവൻ പ്രകടിപ്പിച്ചു. വീര്യവാനായ രാവണൻ ഹർഷത്തോടെ ശരങ്ങൾ തൊടുത്ത് രാമന്റെ തേരിലുള്ള കൊടിമരത്തിന്റെ നേർക്ക് അയച്ചു. ആ അമ്പുകള് പുരന്തരന്റെ രഥത്വത്തിൽ ഏൽക്കാതെ രഥത്തിന്റെ ശക്തിയേറ്റ് നിലം പതിച്ചു. വീര്യവാനായ രാമനും കോപിഷ്ഠനായി വെല്ലുവിളിച്ച് ചെയ്തതിന് പകരം ചെയ്യാനായിട്ട് മനസ്സുകൊണ്ട് ഉറച്ചു. രാവണന്റെ കൊടിമരത്തിന്റെ നേർക്ക് സ്വതേജസ് കൊണ്ട് ജ്വലിക്കുന്നതും പെരും സർപ്പത്തെ പോലെ പൊറുക്കാനാവാത്തതുമായ നിശ്ചിതമായിരിക്കുന്ന ശരത്തെ അയച്ചു. ആ ശരം ദശഗ്രീവന്റെ ധ്വജം മുറിച്ച ശേഷം ഭൂമിയിലാണ്ടുപോയി. രാവണന്റെ രഥധ്വജം മുറിഞ്ഞ് മണ്ണിലേക്ക് പതിച്ചു. ധ്വജഭംഗം നിരീക്ഷിച്ച കരുത്തനായ രാവണൻ കോപം കൊണ്ടും അമർഷം കൊണ്ടും ചുട്ടരിക്കുന്നത് പോലെ കത്തിക്കാളി. കോപാധീനനായിരിക്കുന്ന ആ രാവണൻ കൊടിയ ശരമാരി ചൊരിഞ്ഞ കത്തുന്ന കണകൾ കൊണ്ട് രാമന്റെ കുതിരകളെ എയ്തു. എയ്യപ്പെട്ട ആ കുതിരകള് താമരത്തണ്ട് കൊണ്ടുള്ള താടനമേറ്റതുപോലെ വിരളാതെയും ഇടറാതെയും സ്വസ്ഥചിത്തരായിട്ട് നിന്നു. ആ കുതിരകൾ കൂസലില്ലാതെ നിൽക്കുന്നത് കൊണ്ട് രാവണൻ വീണ്ടും അതിക്രുദ്ധനായി ശരവർഷം പൊഴിച്ചു. ഗതകളും പരിഖങ്ങളും ചക്രങ്ങളും ഉലക്കകളും ഗിരിശൃംഗങ്ങളും വൃക്ഷങ്ങളും ശൂലങ്ങളും വെൺമഴുക്കളും മായ കൊണ്ട് നിർമ്മിച്ച ഭീകരവും ഭീതിജനകവും ഭീമശബ്ദം മുഴക്കുന്നതുമായ ഈ ആയുധവർഷം മുഴുവൻ അവൻ ചൊരിഞ്ഞു. പോരില് അനേക ശസ്ത്രങ്ങൾ കൊണ്ടുള്ള ആ വമ്പിച്ച വർഷം രാമന്റെ തേരിൽ തട്ടാതെ വാനര സൈന്യത്തിലെങ്ങും വന്ന് പതിച്ചു. അക്ഷീണമായ പരിശ്രമത്തോടെ നിസ്സംഗമനസ്കനായി ആയിരക്കണക്കിന് അമ്പുകൾ ദശഗ്രീവൻ എയ്തു. പോരില് രാവണൻ വാശിയോടെ പ്രയത്നിക്കുന്നത് കണ്ടപ്പോൾ രാഘവൻ പുഞ്ചിരിച്ചുകൊണ്ട് കൂർത്ത ബാണങ്ങൾ തൊടുത്തു. രാമൻ പോരിൽ നൂറായിരം അമ്പുകൾ അയച്ചു. അത് കണ്ടപ്പോൾ രാവണൻ തന്റെ അമ്പുകൾ കൊണ്ട് ആകാശത്തെ മൂടി. അവരിരുവരും എയ്തുവിട്ട തിളങ്ങുന്ന ശരമാരിയില് ആകാശം ശരബന്ധം കൊണ്ട് ശോഭിക്കുന്ന മറ്റൊരാകാശം പോലെ വിളങ്ങി. രാമരാവണന്മാർ ഇതുപോലെ അമ്പുകൾ പൊഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബാണത്തിന്റെയും ഉന്നം പിഴച്ചില്ല, പിളർത്താതിരുന്നില്ല, പാഴായില്ല. അവ പരസ്പരം കൂട്ടിയിടിച്ച് നിലത്ത് വീണു. ഇടവിടാതെ ഇടവും വലവും എയ്തുകൊണ്ട് അവർ പോരാടി. ശരനിരകൾ കൊണ്ട് ആകാശത്തെ അവർ വീർപ്പുമുട്ടിച്ചു. രാവണസ്യ ഹയാൻ രാമോ ഹയാൻ രാമസ്യ രാവണ. രാമൻ രാവണന്റെ കുതിരകളെയും പകരത്തിനു പകരം ചെയ്തുകൊണ്ട് ആക്രമിച്ചു. ഇങ്ങനെ അതികോപിഷ്ഠരായ അവർ രണ്ടുപേരും ആശ്ചര്യകരമാം വിധം യുദ്ധമൊക്കെ ചെയ്തു. ആ യുദ്ധം മുഹൂർത്ത നേരം അത്യുഗ്രവും രോമാഞ്ചകരവും ആയിരുന്നു. കരുത്തന്മാരായ രാമരാവണന്മാര് കൂരമ്പുകൾ കൊണ്ട് പരസ്പരം പടപൊരുതി കൊടിമരം മുറിച്ചു വീഴ്ത്തിയത് കൊണ്ട് രാക്ഷസാധിപൻ രാമനോട് അത്യന്തം കോപിഷ്ഠനായി. ഇങ്ങനെ രാമരാവണ യുദ്ധത്തില് രാവണന്റെ രഥധ്വജത്തെ രാമൻ എയ്തു വീഴ്ത്തുന്നതാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.